Hi friends, today we are going to discuss a common mistake which we usually make. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 2-3 വാക്കുകൾ, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന കോമൺ മിസ്റ്റേക്ക്. ഡിസ്കസ്, ഡിസ്ക്രൈബ്, ഇൻട്രൊഡ്യൂസ്. ഈ 3 വാക്കുകളും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. ഡിസ്കസ് സംതിങ്, ഡിസ്ക്രൈബ് സംതിങ്, ഇൻട്രൊഡ്യൂസ് സംതിങ് ഓർ സംവൺ. ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ പാറ്റേൺ. അതേസമയം ഡിസ്കസ് എന്നതിന് ശേഷം, ഡിസ്കസ് മീൻസ് ചർച്ച ചെയ്യുക, ഡിസ്ക്രൈബ് വിവരിക്കുക, ഇൻട്രൊഡ്യൂസ് ഓൾസോ സെയിം. ഇതിനു ശേഷം നമ്മൾ എബൌട്ട് എന്ന വാക്ക് ഉപയോഗിക്കരുത്. പലപ്പോഴായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഡിസ്കസ് എബൌട്ട് സംതിങ്, ഡിസ്ക്രൈബ് എബൌട്ട് സംതിങ് or introduce about someone or something. Could you please introduce yourself? Let me introduce myself. Okay, അങ്ങനെയാണ് അത് പറയേണ്ടത്. ഡിസ്കസ് ദ ടോപ്പിക്, ഡിസ്കസിന് ശേഷം എബൌട്ട് ഉപയോഗിക്കേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് സംതിങ് വേണ്ട, ഡിസ്കസ് സംതിങ്. ഇൻ ദിസ് മീറ്റിംഗ് we discuss about the examination. തെറ്റാണ്. We discuss the examination or the coming examination. Right? We discuss our plan. We discuss our plan. Okay? അതുപോലെ തന്നെയാണ് ഡിസ്ക്രൈബും അതുപോലെ ഇൻട്രൊഡ്യൂസും. ഇൻട്രൊഡ്യൂസ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻട്രൊഡ്യൂസിന് ശേഷം എബൌട്ട്സ് വേണ്ട, ഡിസ്ക്രൈബിനും ഡിസ്കസിനും ശേഷം എബൌട്ട്സ് വേണ്ട. ബൈ.